ഹായ് everyone, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഫൗണ്ടേഷനായ പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. പാർട്സ് ഓഫ് സ്പീച്ചിനെ 8 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തേതാണ് നൗൺ അഥവാ നാമങ്ങൾ. ആളുകളുടെയും സ്ഥലങ്ങളുടെയും വസ്തുക്കളുടെയും ആശയങ്ങളുടെയും പേരിനാണ് നൗൺ എന്ന് പറയുന്നത്. നൗണിനെ 4 ആയി വിഭജിച്ചിരിക്കുന്നു. 1. കോമൺ നൗൺ. പൊതുവായി ആളുകളെയും സ്ഥലത്തിൻ്റെയും വസ്തുക്കളുടെയും പേരിനായി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ: man, country. 2. പ്രോപ്പർ നൗൺ. പ്രത്യേക ആളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരിനെ പ്രോപ്പർ നൗൺ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ: ജോൺ, ഇന്ത്യ. 3. ആബ്സ്ട്രാക്ട് നൗൺ. ആശയങ്ങളുടെയും വികാരങ്ങളുടെയും പേരാണ്. എക്സാമ്പിൾ: ലവ്, ഹാപ്പിനെസ്. ഇതിനെ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. 4. കളക്റ്റീവ് നൗൺ. ഒരേപോലെയുള്ള മൃഗങ്ങളെയും പക്ഷികളുടെയും സാധനങ്ങളുടെയും കൂട്ടത്തിനെ കളക്റ്റീവ് നൗൺ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ: ഫ്ലോക്ക്, ബഞ്ച്. അടുത്തത് പ്രോനൗൺ അഥവാ സർവനാമങ്ങൾ. ഇവ നാമങ്ങൾക്ക് പകരമായി ഉപയോഗിക്കുന്നു. ഇതിനെ ഫസ്റ്റ് പേഴ്സൺ I, we, second person you, third person he, she, it, they എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. എക്സാമ്പിൾ: I am feeling tired today. He is going to the market. അടുത്തത് ആഡ്ജക്റ്റീവ് ആണ്. ഇത് നാമങ്ങളെ വിശേഷിപ്പിക്കുന്നു. ആഡ്ജക്റ്റീവിന് 3 ഡിഗ്രി ഉണ്ട്: പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. അതിൻ്റെ ഉപയോഗം ഉദാഹരണത്തിൽ കൂടി നോക്കാം. പോസിറ്റീവ്: ഹീ ഈസ് ഹാപ്പി. കമ്പാരിറ്റീവ്: ഹീ ഈസ് ഹാപ്പിയർ ദാൻ ബിഫോർ. സൂപ്പർലേറ്റീവ്: ഹീ ഈസ് ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ. മിക്ക ആഡ്ജക്റ്റീവുകളും ER ചേർത്ത് കമ്പാരിറ്റീവും EST ചേർത്ത് സൂപ്പർലേറ്റീവും ഉണ്ടാക്കുന്നു. എക്സാമ്പിൾ: സ്ട്രോങ്, സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ്. പല അഡ്ജക്റ്റീവുകളും ഇങ്ങനെ അല്ലാതെ അതിൻ്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും വേറെ വേറെ വാക്കുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്നു. എക്സാമ്പിൾ: ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ആഡ്ജക്റ്റീവിൻ്റെ യൂസും ടൈപ്പും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതിൻ്റെ വീഡിയോ ചാനലിൽ ഉണ്ട്. അടുത്ത് വേർബ് അഥവാ ക്രിയകളാണ്. പ്രവൃത്തികളെ കാണിക്കാനാണ് ക്രിയകൾ ഉപയോഗിക്കുന്നത്. പ്രവൃത്തികളുടെ സമയത്തെ കാണിക്കാൻ കൂടെ ടെൻസ് ചേർക്കുന്നു. ഒരു പ്രവൃത്തി ഭൂതകാലത്തിൽ നടന്നതോ വർത്തമാനകാലത്തിൽ നടക്കുന്നതോ ഭാവി കാലത്തിൽ നടക്കേണ്ടതോ എന്ന് ടെൻസുകളിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നു. ഉദാഹരണം നോക്കാം. പാസ്റ്റ് ടെൻസ്: I ate biryani yesterday. Present tense: I eat breakfast every morning. Future tense: I will eat dinner later. പ്രധാനമായും 3 ടെൻസുകൾ ആണുള്ളത്: പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഇവ ഓരോന്നിനെയും 4 ആയി സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ 12 ടെൻസുകളാണ് മുഖ്യമായി പഠിക്കുവാനുള്ളത്. അടുത്ത ആഡ്വർബ് ആണ്. ആഡ്വർബിനെ ക്രിയാവിശേഷണങ്ങൾ എന്ന് പറയുന്നു. ആഡ്വർബ് വെർബിനെയും ആഡ്ജക്റ്റീവിനെയും മറ്റ് ആഡ്വർബിനെയും വിശേഷിപ്പിക്കുന്നു. ആഡ്ജക്റ്റീവിൻ്റെ കൂടെ L, Y എന്ന അക്ഷരങ്ങൾ ചേർത്താണ് ആഡ്വർബ് ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ: ക്വിക്ക്, ക്വിക്ക്ലി. ഇങ്ങനെ അല്ലാതെയുമുള്ള ആഡ്വർബ്സ് ധാരാളമുണ്ട്. അടുത്ത പ്രിപ്പോസിഷനാണ്. ഒരു സെന്റൻസിൽ വാക്കുകൾ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നു.
വളരെ ചെറിയ വാക്കുകളാണ് പ്രൊപ്പോസിഷൻസ്. എക്സാമ്പിൾ ഇൻ, ഓൺ, ടു, ഓഫ്. അടുത്തത് കൺജങ്ഷൻ ആണ്. വാക്കുകളെയും ക്ലോസുകളെയും കൂട്ടി യോജിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇതിന്. എക്സാമ്പിൾ ഇഫ്, വെൻ, ആൻഡ്, ബട്ട്. അടുത്തതും അവസാനത്തേതും ആയ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഇന്റർജങ്ഷൻ. പെട്ടെന്നുള്ള ഇമോഷനെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ അലാസ്, മൈ ഗോഡ്. ഇപ്രകാരമുള്ള 8 വിഭാഗങ്ങളെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വ്യാകരണമാണിത്. ഇത് നല്ലോണം മനസ്സിലാക്കി ഗ്രാമർ പഠിച്ചാൽ മുന്നോട്ടുള്ള ഗ്രാമർ പഠനം ഈസിയാവും, എളുപ്പം മനസ്സിലാവുകയും ചെയ്യും. വീഡിയോ കൂടുതൽ ലെങ്തി ആകാതിരിക്കാൻ പ്രധാന പോയിന്റുകൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,